ഇപ്പോൾ AMMAയിലെ മുഴുവൻ ഒരു കൂട്ടരാജിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശ്രദ്ധയിലേക്ക് നമ്മുടെ വിഷയം കൊണ്ടുവരാൻ കഴിഞ്ഞു. രാജിവെക്കുന്നത് നല്ലൊരു പരിപാടിയായിട്ടാണ് നമുക്കും തോന്നുന്നത്. കാരണം ആരോപണം നേരിട്ട ഒരുപാട് പേര് നിൽക്കുന്ന ഒരു സംവിധാനത്തിൽ, അതൊരു സർക്കാർ സംവിധാനം അല്ലെങ്കിൽ പോലും അതിനകത്തൊരു ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കുന്നത് നല്ലതാണ്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഞാൻ ഇന്ന് ആ വാർത്ത കണ്ട സമയത്ത് ഞാനൊരു വേറൊരു ദിവസം ഓർത്തു. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളൊരു ദിവസമായിരിക്കും. അതെന്താ വെച്ചാൽ WCC ഉണ്ടായതിന് ശേഷം അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഗീതു മോഹൻദാസും റീമ കല്ലിങ്കലും രമ്യ നബീഷിനും ഒക്കെ ചേർന്നിട്ടുള്ള സംഘം അമ്മയുടെ ഒരു ജനറൽ ബോഡിയിൽ അറ്റൻഡ് ചെയ്യുകയാണ്. അവർ അതിൻ്റെ ഭാഗമായിട്ട് പോകുന്നു. അതിനോടൊപ്പം ഈ കാര്യങ്ങളും പറയാമെന്നുള്ള താല്പര്യത്തോടു കൂടിയിട്ട്. അപ്പം ഭയങ്കരമായിട്ട് സ്വാഗതം ചെയ്തു. അമ്മക്കാരെല്ലാവരും സ്വാഗതം ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ ഉച്ചയ്ക്ക് ശേഷം വന്ന സമയത്ത് ഞങ്ങൾ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ദിലീപിന് വേണ്ടി, കുറ്റാരോപിതന് വേണ്ടിയിട്ട് ഇന്നത്തെ മന്ത്രിയായ ഗണേഷ് കുമാറും ഇന്നത്തെ MLA ആയുള്ള അതേപോലെ കുറ്റാരോപിതനുമായിട്ടുള്ള മുകേഷും എല്ലാം ഭയങ്കരമായിട്ട് വാദിക്കുകയും കുക്കു പരമേശ്വരനെ പോലെയുള്ള ആളുകൾ പുറകിൽ നിന്ന് കൂവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചിത്രമുണ്ട് നമ്മുടെ മനസ്സിൽ. ആ ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്നത്തേയിൽ നിന്ന് ഇന്നത്തെ അമ്മയിലേക്ക് എത്തുമ്പം അതൊരു പോസിറ്റീവ് ചേഞ്ചാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ചില കാര്യങ്ങൾ ഇനി ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ അവിടെയുള്ളവർക്ക് മനസ്സിലായി. ഇനി ചില കാര്യങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യാതെ ഇങ്ങോട്ട് മുന്നോട്ട് പോവാം എന്ന് വിചാരിക്കില്ലേ? അങ്ങനെയായിരുന്നു തുടക്കത്തിലൊക്കെ തന്നെ. അവരെല്ലാവരും വിചാരിക്കുക ആ ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണൽ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ എനിക്കൊരു താല്പര്യമില്ല. പക്ഷെ ഞാനൊരു പുറത്ത് നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് മാത്രം പറയുന്ന കാര്യമാണ്. ഞാനതിനെ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചായിട്ട് ഒരു ഭാഗത്ത് കാണുമ്പോൾ തന്നെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിയാൻ ഈ ഒരു തീരുമാനം കൊണ്ട് കഴിയില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാനും ആഗ്രഹിക്കുകയാണ്. അത്ര എളുപ്പമല്ല. രാജിവെച്ചതുകൊണ്ട് ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. രാജിവെക്കുന്നത് ആളുകളുടെ മുന്നിലേക്ക് വരാതിരിക്കുക. ഇനി ഓരോ സംഭവം ഉണ്ടായിട്ട് രാജിവെക്കുന്നതിനെക്കാട്ടും നല്ലത് ആദ്യം തന്നെ അങ്ങോട്ട് രാജിവെച്ച് പോവുകയാണല്ലോ എന്നുള്ള തീരുമാനത്തോടു കൂടിയായിരിക്കാം ചിലപ്പോൾ രാജിവെച്ചത്. അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവർ രാജിവെച്ചതായിരിക്കാം. ഏതായാലും ഒരു സംഘടനയും ഇല്ലാതെയാവുകയല്ല വേണ്ടത്. സംഘടനകൾ ശുദ്ധീകരിച്ച് മുന്നോട്ട് വരിക വേണ്ടത്. കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ അത് വർക്ക് ചെയ്യുക വേണ്ടത്. കാരണം അമ്മ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ ഇനിയും കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ടല്ലോ. അതിനുള്ളൊരു കുറച്ചും കൂടി സെൻസിബിളായിട്ടുള്ള, ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അമ്മയിൽ ഉണ്ടായി നേതൃത്വത്തിലേക്ക് വരട്ടെ. സ്ത്രീകൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല. അതേപോലെ തന്നെ വളരെ സ്ത്രീവിരുദ്ധമായ മൊഴികൾ കൊടുത്ത് സ്ത്രീകളോടൊപ്പം നിൽക്കാതിരിക്കുന്ന രീതിയിലുള്ള മനുഷ്യരിൽ നിന്ന് അമ്മ കുറച്ചും കൂടി ജെൻഡർ സെൻസിറ്റീവായിട്ട് മാറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൽ പക്ഷേ പ്രഷർ ചെയ്തത് ഇപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ കമൻറ്റ് വരുന്നു, അതിനുശേഷം ഉർവശി ചേച്ചി ഇടപെടുന്നു. അപ്പം ഇത്തരത്തിലുള്ള പ്രഷർ പോയിന്റ് ഉള്ളിൽ നിന്ന് സംഭവിച്ചപ്പോഴാണ് ആ സംഘടനയ്ക്കുള്ളിലും അതൊരു പ്രഷറായി മാറിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പുറത്തു നിന്നിട്ട്. അപ്പം ഈ പ്രഷർ പോയിന്റ്സ് വർക്കൗട്ട് ആയതുകൊണ്ടാണ് സത്യത്തിൽ നമുക്ക് പറ്റിയത്. അതിന് പുറത്തുനിന്ന് പ്രഷർ ചെയ്യാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്ന് വന്ന വെളിപ്പെടുത്തലുകൾക്കും കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ഒരു രസമുള്ള ഒരു പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഫോക്കസ് ഇല്ലാതെ ട്രോളുകളിലേക്കും മറ്റുമൊക്കെ പോകുമ്പോൾ ആളുകളൊക്കെ ശരിക്കും ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നത് ഈ ആരാണ് പീഡിപ്പിക്കപ്പെട്ടത്, ആരാണ് ഇത് പീഡിപ്പിച്ചത്, ഇതൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് വാർത്തകളുടെ റേറ്റിങ്ങിലൊക്കെ പ്രതിഫലിക്കുന്നത്. അപ്പോൾ ഈ വാർത്തകളുടെ റേറ്റിങ്ങിൻ്റെയൊക്കെ സ്വഭാവം എന്ന് പറയുന്നത് സെക്ഷൽ ഹരാസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു വഴിയിലേക്ക് മാത്രം പോവുകയാണ്. ഇതായിരുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇല്ലെങ്കിൽ WCC ഉന്നയിച്ച പ്രശ്നങ്ങളും. ഈ പ്രശ്നങ്ങൾ ഈ കൂട്ടത്തിൽ നമുക്കിത് പബ്ലിസിറ്റി കിട്ടാൻ ഇതൊക്കെ നല്ലതാണെങ്കിലും സത്യത്തിൽ ഇതിനെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടതില്ലേ? അതിനുള്ള പണികൾ തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ മാക്സിമം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഞങ്ങൾ തന്നെ ഇൻഡസ്ട്രിയിൽ പഠിച്ചിട്ടുള്ള ഷിഫ്റ്റ് ഫോക്കസ് എന്ന് പറഞ്ഞുള്ള വേറൊരു റിപ്പോർട്ടുണ്ട്. വുമൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ചെയ്തിട്ടുള്ള മറ്റൊരു പഠനമുണ്ട്. ചില വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായിട്ട് നടത്തി. അപ്പോൾ ഇതെല്ലാം എടുത്തു വെച്ച് പഠിച്ച് നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഈ ഇൻഡസ്ട്രിയെ മാറ്റുന്നതിൽ ഏത് രീതിയിൽ പോസിറ്റീവായിട്ട് പങ്കുവയ്ക്കാൻ പറ്റും, ഗവൺമെൻറ്റിൻ്റെ പോളിസി മേക്കിങ്ങിൽ ഇത് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്ന പണി
ടെനൻ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ WCC അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ആലോചിക്കുന്നത്. അല്ലാതെ ഈ ഒരു വേവിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശമേ അല്ല. ആളുകളെ ഉപദ്രവിക്കുക എന്നുള്ളതും ഞങ്ങളുടെ ഇൻഡസ്ട്രി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒന്നിച്ച് നിന്ന് പണിയെടുക്കേണ്ട ആളുകൾ തന്നെയാണ്. പരസ്പരം വഴക്കടിക്കുക എന്നുള്ളതല്ല. പിന്നെ ചില ആളുകൾ ഒന്നും മിണ്ടില്ല. അവർ സൊസൈറ്റിയിലെ എല്ലാ കാര്യങ്ങളോടും അവർക്ക് അഭിപ്രായം ഉണ്ടാവും. പക്ഷേ ഇത്തരം ഇഷ്യൂസ് വരുമ്പോൾ മിണ്ടാതിരിക്കുന്ന മനുഷ്യരുണ്ട്. അവരെ മിണ്ടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കൂട്ടത്തിലൊരു കാര്യം കൂടെ ഉള്ളത്, ഇപ്പം തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുള്ള സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു വലിയ ഒരു ആശ്വാസമാണ്, ഒരു സഹായകരമായ കാര്യമാണ്. അവർക്കും അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞു. ഒപ്പം നിയമപരമായ നടപടികളിലേക്ക് മുന്നോട്ട് പോകാൻ തയ്യാറാവുന്ന സ്ത്രീകളും കൂടെയുള്ള അവരെയൊക്കെ WCC എങ്ങനെയാണ് എംപവർ ചെയ്യുന്നത്? ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കി കൊടുക്കുമോ, അതേ നമ്മൾ മെൻ്റൽ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ? WCCക്ക് യഥാർത്ഥത്തിൽ അതിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവർ നമുക്ക് വലിയൊരു പങ്ക് ആൾക്കാർ നമുക്ക് പരിചയം പോലും ഇല്ല. അതിൽ 1-2 പേരാണ് നേരത്തെ നമ്മൾ ഈ വാർത്തകൾ കണ്ടിട്ടുള്ള ആൾക്കാരും എന്തെങ്കിലും രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരും. രേവതി സമ്പത്തിൻ്റെ വിഷയം മാത്രമാണ് 2019 അവൾ ഫേസ്ബുക്കിൽ എഴുതിയ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കാര്യം മാത്രമേ നമുക്കറിയുള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം നമുക്ക് പുതിയ സ്റ്റോറികൾ തന്നെയാണ്. ഇപ്പോൾ ഓരോ ദിവസവും ഓരോരുത്തർ പറയുന്നതും പുതിയ സ്റ്റോറികളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അമ്മയിലും ധാരാളം കംപ്ലൈൻറ്റുകൾ അവരില്ല എന്ന് പറഞ്ഞാൽ പോലും അതൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അതൊക്കെ എടുത്തു വെച്ച് നോക്കിയാൽ തന്നെ കുറേ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള ആരോപണങ്ങൾക്കൊക്കെ പലപ്പോഴും തെളിവ് കണ്ടുപിടിക്കലോ ഒക്കെ പ്രോസസ്സ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരിക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസാന മെറിറ്റ് പരിശോധിക്കുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെയല്ലേ ഇപ്പോൾ എന്തായി എന്നൊക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമുക്കതൊരു ഒരു ഒരു പ്രശ്നമായിട്ട് വരുമോ? ഞാൻ വിചാരിക്കുന്നത് ലീഗൽ ഫൈറ്റിന് പോകുന്ന സ്ത്രീകൾ അതിന് പോട്ടെ. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പം നമുക്കറിയാം അതിജീവിത കഴിഞ്ഞ 7 വർഷമായിട്ട് നടത്തുന്ന ഫൈറ്റ് എന്താണെന്ന് നമുക്കറിയാം. അപ്പം അതിൻ്റെയൊക്കെ ഒരു കൺക്ലൂഷൻ എന്തായിരിക്കും, അതിന് എന്തൊക്കെ സംഭവിക്കുമെന്നൊന്നും നമുക്കറിയില്ല. അപ്പം നമ്മളതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം അത് നടക്കട്ടെ. ചിലപ്പം അതിൽ ഇവർ ജയിച്ചു എന്ന് വരും, ചിലപ്പോൾ തോറ്റു എന്ന് വരും. പക്ഷേ എന്നാലൊരു ഫൈറ്റ് മുന്നോട്ട് വെക്കാൻ ഈ സ്ത്രീകൾക്കായി എന്നുള്ളത് ചില്ലറ കാര്യമല്ല. അതൊരു വലിയ വിജയം തന്നെയാണ്. ആ ഫൈറ്റിലേക്ക് പോയി എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും വലിയൊരു പങ്കും ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലിലുള്ള ആൾക്കാരാണ് ഫൈറ്റിന് മുന്നോട്ട് വരുന്നത്. അത് ലോകത്ത് എല്ലായ്പ്പോഴും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. നഷ്ടപ്പെടാനൊന്നും ഇല്ലാത്തവർക്കേ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം WCCയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അങ്ങനെ ആയിട്ടുണ്ട്. കാരണം നമ്മളത് എങ്ങോട്ട് എന്നുള്ള രീതിയിലാണ് നമ്മളെ ജീവിതം പലപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരമായിട്ടുള്ള സൈബർ അറ്റാക്കുകളിലൂടെ ഞങ്ങളുടെ എല്ലാ മെമ്പേഴ്സും പല കാലങ്ങളിലായിട്ട് കടന്നു പോവേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ തകർന്നിട്ടുണ്ട്, തളർന്നിട്ടുണ്ട്, ചിലർ വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആവുമ്പോൾ പോലും ഒരു ലോങ് ടേമിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആറ്റിറ്റ്യൂഡിൽ ചേഞ്ചസും കൊണ്ടുവരണം, ഇൻഡസ്ട്രിയിൽ സിസ്റ്റമാറ്റിക് ചേഞ്ചും കൊണ്ടുവരണം. 2 ചേഞ്ചസാണ് സിനിമ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരേണ്ടത്. ഈ സിസ്റ്റമാറ്റിക് ചേഞ്ച് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു IC ഉണ്ട് എന്നുള്ളത് കൊണ്ടുവന്നു എന്നുള്ളത് സിസ്റ്റമാറ്റിക് ചേഞ്ചാണ്. ആ സിസ്റ്റമാറ്റിക് ചേഞ്ചിനെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട്. ICയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം, നിങ്ങൾക്ക് ICയിൽ വന്നാൽ നിങ്ങളെ ജോലി നഷ്ടപ്പെടില്ല എന്നത് അവർക്ക് മനസ്സിലാവേണ്ട. അതാണ് ആറ്റിറ്റ്യൂഡൽ ചേഞ്ച്. ICയിൽ അപ്ലിക്കേഷൻ കൊടുക്കാം, നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കൊടുക്കാം. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ വിഷയങ്ങളിലാണ് നിങ്ങൾ കൊടുക്കാൻ പറ്റുക ICയിൽ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് എന്നതൊക്കെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് സിസ്റ്റമാറ്റിക് ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ആറ്റിറ്റ്യൂഡൽ ചേഞ്ചസും സിസ്റ്റമാറ്റിക് ചേഞ്ചും പ്രോപ്പറായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ പലതും പോളിസി മേക്കിങ്ങിൻ്റെ ഹെൽപ്പ് ചെയ്യും. തിരിച്ചും പോളിസി മേക്കിംഗ് സിസ്റ്റമാറ്റിക് ചേഞ്ചസിന് കാരണമാവുകയും ചെയ്യും.